CPMന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട MA ബേബിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ നിർണായക സ്ഥാനമാണ് ഡൽഹിക്കുള്ളത്. കഴിഞ്ഞ ഒരു പതിറ്റാണ്ടായി പാർട്ടി സെന്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പോളിറ്റ് ബ്യൂറോ അംഗമായ ബേബിക്ക് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഡൽഹിയിൽ ദൃഢമായ സൗഹൃദങ്ങളുണ്ട്. 1974 SFIയുടെ സെൻട്രൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമായി തെരഞ്ഞെടുക്കപ്പെടുന്നത് മുതലാണ് MA ബേബിയുടെ ഡൽഹി ബന്ധം ആരംഭിക്കുന്നത്. 1979 SFIയുടെ അഖില ഇന്ത്യ പ്രസിഡന്റായി ബേബി തെരഞ്ഞെടുക്കപ്പെട്ടു. അന്നു മുതൽ 2 പതിറ്റാണ്ടുകാലം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല ഡൽഹിയായിരുന്നു. 1986 32-ാം വയസ്സിൽ രാജ്യസഭാംഗമായ MA ബേബി രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ അംഗങ്ങളിൽ ഒരാളാണ്. ഈ കാലയളവിൽ പാർലമെന്ററി രംഗത്തും സംഘടനാ തലത്തിലും ഒരുപോലെ മികവ് തെളിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കേരളത്തിൻ്റെ ഒരു അഭിമാനമായി പ്രവർത്തിച്ച ഒരു പാർലമെൻറ്റേറിയനാണ് ബേബി എന്ന് പറയാം. സഭയിലെ വളരെ മുതിർന്ന നേതാക്കൾ, പ്രത്യേകിച്ചും LK അഡ്വാനി, അദ്ദേഹത്തെ സഭയിൽ പുകഴ്ത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. 1998 രാജ്യസഭാംഗത്വം ഒഴിഞ്ഞതോടെയാണ് MA ബേബിയുടെ പ്രവർത്തന മേഖല ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് മാറുന്നത്. പോളിറ്റ് ബ്യൂറോയിൽ എത്തിയതോടെയാണ് അദ്ദേഹം വീണ്ടും ഡൽഹിയിൽ സജീവമാകുന്നത്. ചൈന, ക്യൂബ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുമായി MA ബേബിക്ക് അടുത്ത ബന്ധമാണുള്ളത്. ദീർഘകാലമായി അദ്ദേഹം ക്യൂബയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന സമിതിയുടെ കൺവീനറായി പ്രവർത്തിച്ചു വരികയാണ്. ഇന്ത്യയിലെ ക്യൂബൻ ഐക്യദാർഢ്യ സമ്മേളനത്തിൽ ഫുട്ബോൾ ഇതിഹാസമായ മാർഡോണയെ പങ്കെടുപ്പിക്കാൻ ഫിഡൽ കാസ്ട്രോയുടെ സഹായം ബേബി തേടിയിരുന്നു. സാംസ്കാരിക സംഘടനയായ സ്വരലയെ രൂപീകരിക്കുന്നത് ബേബിയുടെ ഡൽഹി പ്രവർത്തന കാലയളവിലാണ്. അത് ജനസംസ്കൃതി എന്ന പേരിലൊരു സംഘടന, കലാ താല്പര്യമുള്ള, സാഹിത്യ താല്പര്യമുള്ള ചെറുപ്പക്കാരുടെ ഒരു സംഘടന അദ്ദേഹം രൂപീകരിച്ചിട്ടുണ്ട്. ഇന്നും സജീവമാണത്. അതുപോലെ സ്വരലയ, അത് സംഗീത താല്പര്യമുള്ള ആളുകളുടെ ഒരു സംഘടനയാണ്, ഒരു സമിതിയാണത്. അതും അഖിലേന്ത്യാ വ്യാപകമായിട്ടാണ് ഈ 2 സംഘടനകളും അദ്ദേഹം സംഘടിപ്പിച്ചിട്ടുള്ളത്. ദേശീയ രാഷ്ട്രീയത്തിൽ ഒറ്റയ്ക്ക് പോരാടി നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാൻ കഴിയില്ലെന്ന് CPMന്റെ പാർട്ടി കോൺഗ്രസ് തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. ഡൽഹിയിലെ ബേബിയുടെ സൗഹൃദങ്ങൾ പാർട്ടിക്ക് മുതൽക്കൂട്ടാകുമെന്ന CPM നേതാക്കളുടെ പ്രതീക്ഷ യാഥാർത്ഥ്യമാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്, ഡൽഹി.